ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ തന്നെ കേരളത്തിലും നിരവധി ജാതി സമൂഹങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന സ്ഥലമാണ് കേരളവും. നമ്മുടെ നാട്ടിൽ ജാതികൾ ഐക്യത്തോടെ കഴിയുകയും ചില സന്ദർഭങ്ങളിൽ സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മന്നത്ത് പത്മനാഭനെ പോലെയുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ സമുദായ നേതാവ് സ്വന്തം ജാതി വാല് ഉപേക്ഷിച്ചു. മന്നത്ത് പത്മനാഭപിള്ള മന്നത്ത് പത്മനാഭനായി. അക്കാലത്ത് പുരോഗമന സ്വഭാവത്തിൻ്റെ ലക്ഷണമായി ജാതി സൂചിപ്പിക്കുന്ന പദങ്ങൾ പേരിൽ നിന്ന് പലരും ഒഴിവാക്കിയിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് ജാതി വാലുകൾ ജാതി പേരിനോടൊപ്പം ചേർക്കുന്നത് ഒരു അന്തസ്സിൻ്റെ ലക്ഷണമായി കണ്ടിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മേനോനാണെന്ന് ഭംഗ്യന്തരേണ ആളുകളെ ധരിപ്പിച്ച കാര്യവും നമ്മൾ കണ്ടതാണ്. അതുപോലെ സാധാരണഗതിയിൽ ജാതി പേരുകൾ പുരുഷന്മാരുടെ പേരിനൊപ്പമാണ് വന്നുകൊണ്ടിരുന്നത്. കൃഷ്ണൻ നായർ, തങ്കപ്പൻ പിള്ള എന്നൊക്കെ. അടുത്ത കാലത്തായിട്ട് സ്ത്രീകളുടെ പേരിനോടൊപ്പവും മഞ്ജു വാര്യർ, ലതാ നായർ, ഇങ്ങനെ സ്ത്രീകളുടെ പേരിനോടൊപ്പവും ജാതി പേരുകൾ ചേർത്ത് വരാറുണ്ട്. സാധാരണഗതിയിൽ ഉയർന്ന ജാതിക്കാരാണ് അവരുടെ ജാതി വാലുകൾ കൂടെ ചേർക്കുന്നത്. എന്നാൽ തങ്കപ്പൻ കാണി, കൃഷ്ണൻ നാടാർ, പിന്നെ വേലുക്കുട്ടി അരയൻ, ഇങ്ങനെ താണജാതിക്കാരിലും ചിലർ ജാതി വാലുകൾ പേരിനൊപ്പം ചേർക്കുന്ന ഒരു സ്വഭാവം വരുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഉയർന്ന ജാതിയായിരിക്കുന്ന ഒരു അന്തസ്സാണെന്നും താണജാതിയായിരിക്കുന്ന ഒരു മോശമായ കാര്യമാണെന്നൊക്കെ ആണല്ലോ സാധാരണ ധാരണ. ഈ അടുത്ത കാലത്തെ ഒരു സ്ത്രീ വടക്കേ ഇന്ത്യയിലാണ്. അവർ താണജാതിയാകാൻ തീരുമാനിച്ചു. കാര്യം വേറെയാണ്. അവർ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാളാണ് എന്ന് കാണിച്ച് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ അവർ പട്ടികജാതിക്കാരിയായി. IAS പരീക്ഷ എഴുതി IAS കിട്ടി. താണജാതിയാകാമെന്ന് വിചാരിച്ചാലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ആരോ പരാതി കൊടുത്തു, IAS പോയി, ജാതിയും പോയി, IAS പോയി, അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ജോലിയും പോയി. അടുത്ത കാലത്ത് നമ്മുടെ കേന്ദ്രമന്ത്രിയായും പിന്നെ ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറുമായ സുരേഷ് ഗോപി ഗുരുവായൂർ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ബ്രാഹ്മണനാകണം. എന്തൊരാഗ്രഹമാണ്! നല്ല ആഗ്രഹം തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി അടുത്ത ജന്മം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ജന്മത്തിൽ തന്നെ ബ്രാഹ്മണനാകാം. നിങ്ങൾക്ക് ചട്ടമ്പിസ്വാമിയുടെ പ്രാചീന മലയാളം എന്നൊരു പുസ്തകം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതിൽ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ബ്രാഹ്മണർ കേരളത്തിൽ വന്നപ്പോൾ പരശുരാമനായിരുന്നല്ലോ അവരുടെ നേതാവ്. കൊല്ലവർഷാരംഭകാലമാണ്. 9-ാം നൂറ്റാണ്ടിലാണ് സംഘമായി ബ്രാഹ്മണർ കേരളത്തിൽ വന്നത്. പക്ഷെ അവരുടെ സംഖ്യ പോരാ, അവർക്ക് സംഖ്യ കൂട്ടണമെന്ന് തോന്നി. അങ്ങനെ പരശുരാമൻ കടപ്പുറത്ത് മുക്കുവരുടെ ചൂണ്ടയിൽ നിന്ന് ഇരുമ്പ് കൊളുത്ത് എടുത്തു കളഞ്ഞിട്ട് ആ ചരട് അണിയിച്ച് അവരെ ബ്രാഹ്മണരാക്കി എന്ന് ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പാണന്മാർ അന്ന് കൊട്ടാരത്തിലെ പണ്ഡിതരായിരുന്നു, പാട്ടുകാർ, കവിത കെട്ടുന്നവർ, സാമർഥ്യമുള്ളവർ, ബുദ്ധിമാന്മാർ. അങ്ങനെ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവരിൽ പലരെയും ബ്രാഹ്മണരാക്കി. അപ്പോൾ അടുത്ത ജന്മം വരെ കാത്തിരിക്കാതെ തന്നെ അവർക്കതിന് സാധിച്ചു. പക്ഷേ ഈ 9-ാം നൂറ്റാണ്ടിൽ ആര്യ ബ്രാഹ്മണരിങ്ങനെ വന്നതും പാണന്മാരെയും മറ്റുമൊക്കെ മുക്കുവരെയൊക്കെ ബ്രാഹ്മണരാക്കിയതൊക്കെ പരശുരാമനാണ്. ഇന്നിപ്പോൾ പരശുരാമൻ ഇല്ലല്ലോ. അപ്പോൾ ഇന്ന് ബ്രാഹ്മണനാകാൻ എന്താ വഴി? ഇന്ന് ബ്രാഹ്മണനാകാനും വഴിയുണ്ട്. അതിന് ചില ചരിത്രരേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. തഞ്ചാവൂർ കൊട്ടാരം, തഞ്ചാവൂർ രാജാക്കന്മാർ ഇന്നത്തെ തമിഴ്നാട്ടിലാണ് തഞ്ചാവൂർ. ആ രാജാക്കന്മാർ മറവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. കേരളത്തിലുള്ളവർ അങ്ങനെ മറവ സമുദായമൊന്നും അധികം കേട്ടിട്ടില്ല. അത് നാടാർ സമുദായം തന്നെ. ഇപ്പോൾ ഈഴവരെന്നും തീയരെന്നും ചോവരെന്നും ഒക്കെ ഓരോ പ്രദേശത്തും ഓരോ പേര് പറയുമല്ലോ. എല്ലാവരും ഈഴവരാണ്. അതുപോലെ നാടാർ, മറവർ എന്നൊക്കെ പറയുന്നത് ചില പ്രദേശത്ത് മറവർ, ചില പ്രദേശത്ത് നാടാർ, എത്ര വ്യത്യാസമേ ഉള്ളൂ. തഞ്ചാവൂർ രാജാവ് മറവനായതുകൊണ്ട് വലിയ ബഹുമാനം കിട്ടുന്നില്ല എന്ന് അദ്ദേഹത്തിനൊരു തോന്നൽ. അവിടുത്തെ ബ്രാഹ്മണ പുരോഹിതന്മാരോട് സങ്കടം പറഞ്ഞു.
അവർ പറഞ്ഞു വഴിയുണ്ട്, നമുക്ക് വഴിയുണ്ട്. അതിനാണ് ഹിരണ്യഗർഭം എന്ന ഒരു ഹോമമുണ്ട്. ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നേ അർത്ഥമുള്ളൂ. ഗർഭം സ്വർണം കൊണ്ടുള്ള ഗർഭപാത്രത്തിൽ കിടന്നിട്ട് പുറത്തു വന്നാൽ ആ ബ്രാഹ്മണനാകാം. അതിന് അവർ ചെയ്ത വഴി, അന്ന് ചെയ്ത വഴി, സ്വർണം കൊണ്ട് ഒരു വലിയ പശുവിനുണ്ടാക്കി. ആ പശുവിൻ്റെ വായിലൂടെ രാജാവിനകത്ത് കയറണം, അത്രയ്ക്ക് വലിയ വായും, അതുപോലെ പുറത്തിറങ്ങണം, അത്രയ്ക്ക് വലിയ യോനിയും, അങ്ങനെയുള്ള ഒരു പശുവിനുണ്ടാക്കി. രാജാവ് പശുവിൻ്റെ വായിലൂടെ ഇഴഞ്ഞ് അകത്ത് കയറി. അപ്പോഴേക്കും ബ്രാഹ്മണർ മന്ത്രതന്ത്രാദികൾ ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു, മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞ് ഇവർ പറഞ്ഞ സമയമായപ്പോൾ ഈ പശുവിൻ്റെ ഗർഭപാത്രത്തിനകത്ത് നിന്ന് ഇദ്ദേഹം അതിൻ്റെ യോനിയിലൂടെ ഇഴഞ്ഞ് താഴെ ഇറങ്ങി തറയിൽ വീണു. പ്രസവം നടന്നു. ആ നവജാത ശിശുവിനെ പോലെ ഇദ്ദേഹം കൈകാലിട്ടിളക്കി കരഞ്ഞു അത്രേ. മുഖ്യ പുരോഹിതൻ്റെ ഭാര്യയുടെ മടിയിലേക്കാണ് വീണത്. രാജാവ് അന്ന് അയാൾക്ക് 55 വയസ്സുണ്ടായിരുന്നു. 55 വയസ്സായ ആ നഗ്ന ശിശുവിന് ഈ പുരോഹിതൻ്റെ പത്നി താരാട്ടുകയും താലോലിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തു. പുരോഹിതൻ പ്രഖ്യാപിച്ചു, അദ്ദേഹം ക്ഷത്രിയനായി ഉയർന്നിരിക്കുന്നു. പ്രശ്നം തീർന്നു. ആ സ്വർണ്ണ പശുവിനെ കഷണങ്ങളാക്കി പുരോഹിതന്മാർ പങ്കിട്ടെടുത്തു. അപ്പോൾ പ്രശ്നം സ്വർണമാണ്. ഇക്കാര്യം സൂസൻ ബെയ്ലിയുടെ സെയിൻസ്, ഗോഡസ് ആൻഡ് കിങ്സ് എന്ന പുസ്തകത്തിൽ 66-ാമത്തെ പേജിൽ ദൃക്സാക്ഷിയാണ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സംഭവം നടന്നത് തിരുവനന്തപുരത്താണ്. നമ്മുടെ തിരുവിതാംകൂർ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ ആണ് തിരുവിതാംകൂർ സ്ഥാപിച്ചതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. തിരുവിതാംകൂർ ഉണ്ടാക്കിയെടുത്തതല്ല. തിരുവിതാംകൂർ എന്ന് പറഞ്ഞ രാജ്യമൊക്കെ, ഈ മണ്ണ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വേണാട് എന്നായിരുന്നു അന്നത്തെ പേര്. ചെറിയ രാജ്യമായിരുന്നു. കുറച്ചാൾ ആറ്റിങ്ങൽ വരെയായിരുന്നു, പിന്നെ കുറച്ചാൾ കൊല്ലം വരെയൊക്കെ ആയി. ഇന്ന് ഈ വേണാടൻ അദ്ദേഹം പടയോട്ടം നടത്തി ചെറിയ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച്, അന്നത്തെ വേണാടെന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ അത്രയും വരും. മറ്റ് മാടമ്പിമാർ, മറ്റ് കൊച്ചു രാജാക്കന്മാർ, ബന്ധുക്കൾ തന്നെ, ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തന്നെ അവിടെ കൊച്ചു രാജ്യങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ പിടിച്ച് ചേർത്ത് വേണാടിനെ തിരുവിതാംകൂർ ആക്കി മാറ്റി. അരീക്കുറ്റി വരെ എത്തി. ഇന്ന് തമിഴ്നാട്ടിലുള്ള 4 താലൂക്കുകൾ കൂടി ഈ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നതാണ്. ഭാഷാ സംസ്ഥാനമായപ്പോഴാണ് അത് മാറിയത്. പക്ഷേ ഇങ്ങനെ ഇദ്ദേഹം തിരുവിതാംകൂർ സൃഷ്ടിച്ചെടുത്തിട്ടും ക്ഷത്രിയനല്ലാത്തത് കൊണ്ട് ഒരു അഭിമാനം, ഒരു മാന്യത കിട്ടുന്നില്ല എന്നൊരു പരാതി. അതുകൊണ്ട് അദ്ദേഹം പുരോഹിതന്മാരോട് ആലോചിച്ചു, നടത്തിക്കളയാ ഹിരണ്യഗർഭം, അത്ര തന്നെ. അങ്ങനെ തിരുവിതാംകൂർ രാജ്യത്തും ഈ ഹിരണ്യഗർഭം എന്ന ചടങ്ങ് നടന്നു. പക്ഷേ മാർത്താണ്ഡവർമ്മയെ ഈ പശുവിനെ ഉണ്ടാക്കി അതിനകത്തൂടെ കയറ്റുകയല്ല ചെയ്തതെന്നും, വലിയ ഒരു സ്വർണ്ണ ഉരുളി ഉണ്ടാക്കി അതിനകത്ത് ഇദ്ദേഹം ചുരുണ്ട് കിടന്നു എന്നും, ആ സ്വർണ്ണമൊക്കെ ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നൊക്കെയാണ്. അന്ന് പോപ്പ് മതപ്രചരണത്തിന് വത്തിക്കാനിൽ നിന്ന് 3 പുരോഹിതന്മാരെ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് അയച്ചിരുന്നു. അതിൽ ഒരാൾ ഇക്കാര്യത്തിൽ സാക്ഷിയായിരുന്നു. ഫാദർ വിൻസെസോ മാരിയ എന്ന പുരോഹിതൻ, വത്തിക്കാനിൽ നിന്ന് വന്ന പുരോഹിതൻ ഈ കർമ്മത്തിന് സാക്ഷിയായിരുന്നു. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, തിരുവിതാംകൂർ മഹാരാജാവ് നായർ അല്ലെങ്കിൽ പടയാളി ജാതിയിൽപ്പെട്ടതാണ്. രേഖ ഇങ്ങനെയാണ്: നായർ ജാതി അല്ലെങ്കിൽ പടയാളി ജാതിയിൽപ്പെട്ടതാണ്. അദ്ദേഹത്തെ വിചിത്രമായ ഒരു കർമ്മത്തിലൂടെയാണ് ക്ഷത്രിയനാക്കി എടുത്തത്. ആ വിചിത്രമായ കർമ്മമാണ് ഈ പറഞ്ഞ ഹിരണ്യഗർഭം. 1739 ഈ കാര്യങ്ങൾ ഡച്ചുകാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഡച്ചുകാർ മാത്രമല്ല, മനു എസ് പിള്ളയുടെ ദന്തസിംഹാസനം എന്നൊരു ചരിത്ര പുസ്തകം, 850 പേജുള്ള ചരിത്ര പുസ്തകം ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. തിരുവിതാംകൂറിനെ സംബന്ധിച്ച് ആധികാരികമായി ഒരുപാട് തെളിവുകൾ ശേഖരിച്ചുണ്ടാക്കിയ ചരിത്ര പുസ്തകമാണ്. അതിൽ റൈസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൻ്റെ AP എബ്രഹാം കുഞ്ഞിൻ്റെ റൈസ് ഓഫ് ട്രാവൻകൂർ എന്ന പുസ്തകത്തിൻ്റെ 11-ാം പേജിൽ ഈ കാര്യങ്ങൾ, 118-ാം പേജിൽ ഈ ഹിരണ്യഗർഭത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ മനീഷ് പിള്ള ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുകളിൽ അതിൻ്റെ വോള്യം
13 110 പേജിൽ ഹിരണ്യഗർഭം നടത്തിയത് എങ്ങനെയാണെന്നും എങ്ങനെയാണ് നായർ ആയിരുന്ന മാർത്താണ്ഡവർമ്മ ക്ഷത്രിയനായതെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാനിയസ് പിള്ള തൻ്റെ ഈ ദന്തസിംഹാസനം എന്ന ചരിത്ര പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കുക, നമ്മുടെ നാട്ടിൽ ഈ ബ്രാഹ്മണരുടെ ഈ കുടിയേറ്റം വമ്പിച്ച രീതിയിൽ നടന്നത് 9-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ വന്നത് ബ്രാഹ്മണർ മാത്രമാണ്. ബ്രാഹ്മണർ മാത്രമാണ്. ആര്യന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ചേർന്നതാണ്. അതിൽ നിന്ന് ബ്രാഹ്മണർ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ അവർക്ക് മണ്ണും പെണ്ണും കൊടുത്തവരെ അവർ ശൂദ്രരാക്കി കൂടെ കൂട്ടി. 9-ാം നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ശൂദ്രർ ഇല്ലായിരുന്നു. അപ്പോൾ ശൂദ്രർ എന്നൊരു ജാതിയെ താണജാതികളിൽ നിന്ന് ജാതി കയറ്റം നടത്തി ശൂദ്രർ എന്നൊരു ജാതിയെ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ക്ഷത്രിയരില്ലായിരുന്നു. അന്ന് ഇവിടെ നാട് ഭരിച്ചിരുന്ന ചെറിയ ചെറിയ രാജാക്കന്മാർ കുറവനും പുലയനും പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. വിധേയരായവരെ ക്ഷത്രിയർ ആക്കിയെടുത്തു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ബ്രാഹ്മണർ പുതിയ ജാതികളെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ജാതി കയറ്റം കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഈ ചടങ്ങുകൾ കൊണ്ടുള്ള നേട്ടമാർക്ക്. രാജാവിന് ആഢ്യത്വം കിട്ടും, ബ്രാഹ്മണന് സ്വർണം കിട്ടും. അപ്പോൾ ഈ എല്ലാവിധ ചടങ്ങിൻ്റെയും ആധാരശില എന്ന് പറയുന്ന സമ്പത്താണ്, ആ സ്വർണമാണ്. സ്വർണം കൊള്ളയടിക്കാൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് ചില മാർഗങ്ങൾ സ്വീകരിച്ചിരുന്നു. എന്തായാലും സ്വർണം ബ്രാഹ്മണനുള്ളതാണെന്ന് അവർ പണ്ടേ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. നോക്കുക, പത്മനാഭസ്വാമി ക്ഷേത്രം കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അതിന് പല അറകളിലുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും അഭിമാനിച്ച് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അവിടെ നിന്ന് പലതും കാണാനില്ല, സ്വർണ്ണക്കിണ്ടി കണ്ടില്ല, സ്വർണ്ണമാല കണ്ടില്ല, പലതും കണ്ടില്ല എന്ന്. ആരാണിത് കൈകാര്യം ചെയ്യുന്നത്? ബ്രാഹ്മണരല്ലാതെ ആർക്കും അതിനകത്ത് കയറാൻ യാതൊരു അവകാശവുമില്ല. ശബരിമല തന്നെ, ശബരിമലത്തെ സ്വർണം ആരാണ് കൊണ്ടുപോയത്? അപ്പോൾ അത് തനിക്ക് അവകാശമുണ്ടെന്നുള്ള രീതിയിലാണ്. കട്ടളപ്പടി അളക്കാനും അല്ലെങ്കിൽ കൊടിമരത്തിലിരിക്കുന്ന സ്വർണ്ണം അളക്കാനും എനിക്ക് അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ് ബ്രാഹ്മണർ ഇതൊക്കെ ചെയ്യുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ പണവും സ്വർണവും കൊണ്ട് കൊടുക്കുന്ന നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആളുകൾ ജോലി ചെയ്ത് ആ കെട്ടുന്ന കാശ് കൊണ്ട് ആണ്ടിലൊരിക്കൽ ശബരിമല പോയി അവിടെ പണം അത്രയും നിക്ഷേപിച്ചിട്ട് വരുന്ന സാധാരണക്കാർ ചിന്തിക്കുക, നിങ്ങൾ കൊടുക്കുന്ന കാശ് ആരുടെ പോക്കറ്റിലാണ് എത്തുന്നതെന്ന്.